ഫൈവ്കോ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് ഓഡിറ്റിംഗ്. അതിൽ 3 കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്: ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ മൊത്തം പ്രവർത്തനങ്ങളെ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടി കൺട്രോൾ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ കൺട്രോൾ. ആ ഇൻറ്റേർണൽ കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്ന 2 ടെക്നിക്സാണ്, ഒന്ന് ഇൻറ്റേർണൽ ചെക്കും, 2 ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങും എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇൻറ്റേർണൽ ചെക്ക്, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് വഴി ഒരു ബിസിനസ്സിൻ്റെ A to Z പ്രവർത്തനങ്ങളെ മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നതിനെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ്: അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ, ഓവറോൾ കൺട്രോൾ ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ വി കോൾഡ് ആസ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇൻറ്റേർണൽ കൺട്രോൾ ഒരു ബിസിനസ്സിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ മാനേജീരിയൽ കൺട്രോൾ ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുക എന്നുള്ളതിന് വേണ്ടി നടപ്പാക്കുന്ന സിസ്റ്റമാണ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ ഒരു ബിസിനസ്സിനകത്ത് കൺട്രോൾ കൊണ്ടുവരിക എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. 2 ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ കൺട്രോൾ. ഒരു ബിസിനസ്സിനകത്ത് സാമ്പത്തികമായും സാമ്പത്തികേതരമായ കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യണം. സാമ്പത്തികം മാത്രം പോരാ, സാമ്പത്തികേതര കാര്യങ്ങൾ കൂടി കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. All policies and procedures are established by management for the orderly conduct of the business. ഒരു ബിസിനസ്സിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും മാനേജ്മെൻറ്റാണ്. മാനേജ്മെൻറ്റ് എടുക്കുന്ന പ്ലാനും പോളിസീസ് എന്താണോ അത് പ്രകാരം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. സേഫ് ഗാർഡ് ദ ബിസിനസ് ഫ്രം ദി ഫ്രോഡ് ആൻഡ് മാനിപ്പുലേഷൻ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഫ്രോഡ്, മാനിപ്പുലേഷൻ ഇവ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വി ഹാവ് ടു പ്രിവെൻറ്റ് or we have to find out the fraud and manipulation of the business. And main aspect of internal control system, നമ്മൾ പറയേണ്ടത് ഒരു ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ പൊതുവായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റം എഫിഷ്യൻ്റായിട്ട് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആൻഡ് റെഡ്യൂസ് എറർ ആൻഡ് ഫ്രോഡ്, അതായത് തെറ്റുകൾ, കുറ്റങ്ങളൊക്കെ ബിസിനസ്സിലുണ്ടാകാം. ആ തെറ്റുകൾ, കുറ്റങ്ങൾ കണ്ടെത്തുകയും അത് വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യുകയും അത് വന്നതിനെ നമ്മൾ ഓവർകം ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കണം. ആൻഡ് എഫിഷ്യൻ്റ് ആൻഡ് ഇഫക്റ്റീവ്. ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻ്റായും ഇഫക്റ്റീവായും നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി സ്കോപ്പ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ഒന്ന്, ഓർഗനൈസ് ജനറൽ ഫിനാൻഷ്യൽ കൺട്രോൾ. ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് ഫിനാൻസാണ്. അപ്പോൾ ഫിനാൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് പ്രോപ്പറായിട്ട് ഫിനാൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ് ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാനും എഫക്റ്റീവായി എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും. ആൻഡ് കൺട്രോൾ ഓവർ ട്രേഡിംഗ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ്സിനകത്തുള്ള ഈച്ച് ആൻഡ് എവരി ട്രേഡിംഗ് ട്രാൻസാക്ഷനുകൾ നമ്മൾ കൺട്രോൾ ചെയ്യണം. ആൻഡ് കൺട്രോൾ ഓവർ ക്യാഷ് ട്രാൻസാക്ഷൻ. പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ഒരു ടേം എന്താണെന്ന് വെച്ചാൽ ക്യാഷ് കൺട്രോളാണ്. ക്യാഷ് കൺട്രോൾ മീൻസ് ക്യാഷ് ഡീലിങ്സ് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകൽ ഇതിൻ്റെ ഭാഗമാണ്. ആൻഡ് കൺട്രോൾ ഓവർ റെമ്യൂണറേഷൻ ടു എംപ്ലോയീസ്. തൊഴിലാളികൾക്ക് സാലറി കൊടുത്താൽ മാത്രം പോരാ, ആ സാലറി കൊടുക്കുന്നത് പ്രോപ്പറാണോ, ആ സാലറി കൊടുക്കുന്നത് ടൈമിങ്ങിലാണോ, ഇനി ഉള്ള തൊഴിലാളികൾക്ക് മാത്രമാണോ സാലറി കൊടുക്കുന്നത്, ഇല്ലാത്തവർക്ക് പേരെഴുതി സാലറി കൊടുക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കണം. ആൻഡ് കൺട്രോൾ ഓവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഹെവി എക്സ്പെൻഡിച്ചർ വരുമ്പോൾ എപ്പോഴും അത് പ്രോപ്പറായിട്ട് പരിശോധിക്കണം. അതിന് ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ കൊണ്ടുവരണം. ആൻഡ് കൺട്രോൾ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ്. ലാഭകരമായ മേഖലകളിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ലാഭമില്ലാത്ത ഒരു മേഖലയിൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് അനുവദിക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്,
ഇൻറ്റേർണൽ കൺട്രോൾ കൊണ്ടുവരുന്നത് കൊണ്ട് ബിസിനസ്സിനുണ്ടാകാവുന്ന നേട്ടങ്ങൾ: എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, വളരെ ഇഫക്റ്റീവായി എഫിഷ്യൻ്റായി മാനേജ്മെൻറ്റ് നടത്താൻ ഒരു ബിസിനസ്സിനെ സഹായിക്കുന്നത് ഇൻറ്റേർണൽ കൺട്രോളാണ്. അഡ്ഹറൻസ് ഓഫ് പോളിസി ആൻഡ് പ്രൊസീജിയർ, മാനേജ്മെൻറ്റ് പറയുന്ന പോളിസി എന്താണോ പ്ലാൻ എന്താണോ അത് പ്രോപ്പറായിട്ട് നടപ്പാക്കുകയും അതുവഴി ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടുവരേണ്ടത് ഇൻറ്റേർണൽ കൺട്രോളിനകത്താണ്. ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് അസറ്റ്, പിന്നെ നമുക്ക് പറയേണ്ടത് എന്താ? അസറ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം? ഒരു ബിസിനസ്സിനകത്ത് ഓവർ അസറ്റ് ഉണ്ടാകാൻ പാടില്ല, അണ്ടർ അസറ്റ് ഉണ്ടാകാൻ പാടില്ല. അസറ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക, ഫിക്സഡ് അസറ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കോസ്റ്റ് കുറയുമെന്നാണ് അതിൻ്റെ ഒരു ടെക്നിക്സ്. ആൻഡ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ, പിന്നെ പറയേണ്ടത് എന്താ? നമ്മൾ തയ്യാറാക്കുന്ന ഫൈനൽ അക്കൗണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതിൻ്റെ റിലയബിലിറ്റി, സത്യസന്ധത എപ്പോഴും ഉറപ്പുവരുത്തുക. ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് എറർ ആൻഡ് ഫ്രോഡ്, നമുക്കറിയാം എറർ വരാം, ഫ്രോഡ് വരാം, മാനിപ്പുലേഷൻ വരാം, മിസ്റ്റേക്ക് വരാം. ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ഇത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടുന്നതോടൊപ്പം നമ്മുടെ കാലാകാലങ്ങളിൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ചായിരിക്കണം ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞ നിയമമാണ്. ഇപ്പോൾ 1956 കമ്പനീസ് ആക്റ്റോ അല്ലെങ്കിൽ 2013 അമേൻഡ് ആക്റ്റോ അല്ലെങ്കിൽ അനുബന്ധമായി വരുന്ന എല്ലാ വ്യവസ്ഥകളും നിയമങ്ങളും പാലിക്കേണ്ടത് ഇതിൻ്റെ ഭാഗമായിരിക്കും. ആൻഡ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, ഒരു ബിസിനസ്സിനകത്ത് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം നമ്മൾ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് മാനേജ്മെൻറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ മിഡിൽ ലെവലിലാണെങ്കിലും ലോവർ ലെവലിലാണെങ്കിലും എത്തുകയും അത് പ്രോപ്പറായിട്ട് അവർ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കേണ്ടതും ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ MIS എന്നുള്ളത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി ടൈപ്പ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ, എങ്ങനെയാണ് ഒരു ബിസിനസ്സിനകത്ത് നമുക്ക് പ്രോപ്പർ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുക? ഒന്ന് ഫിനാൻഷ്യൽ കൺട്രോൾ. ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് ഫിനാൻസാണ്. അപ്പോൾ ഫിനാൻസുമായുള്ള മാനേജ്മെൻ്റ് ആണ് ഒരു ബിസിനസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ പ്രോപ്പറായിട്ട് ഏതൊരു ബിസിനസ് ആണെങ്കിലും ആ ബിസിനസ്സിൽ ചെയ്യേണ്ട ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസിന് പ്രോപ്പർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കി കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം, ഫിനാൻസിന് ഹെഡ് വേണം, ഫിനാൻസിൻ്റെ ട്രാൻസാക്ഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവോയ്സ് ഉപയോഗിക്കണം, കൗണ്ടർ ഫോയിൽസ് ഉപയോഗിക്കണം, സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം. അങ്ങനെ അതുമായി അനുബന്ധ എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻ്റായ പ്രവർത്തനം ബിസിനസ്സിനകത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ? പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. ഒരു ബിസിനസ്സിനകത്ത് രണ്ടാമത്തെ കൺട്രോൾ കൊണ്ടുവരാവുന്ന മെത്തേഡ് എന്താ വെച്ചാൽ ഒന്ന് പ്ലാനിങ്, രണ്ട് ഓർഗനൈസിങ്. അതിൻ്റെ പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ആദ്യത്തെ ഫംഗ്ഷനാണ് പ്ലാനിങ്. പ്രോപ്പറായിട്ട് പ്ലാനിങ് ഉണ്ടാക്കുക. പ്ലാൻ മീൻസ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ്റെ ഡീറ്റെയിൽഡ് ബ്ലൂ പ്രിൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലാനിങ് എന്നുള്ളത്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനുകൾ നടപ്പാക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, അതിൻ്റെ ഫിനാൻസ്, അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളെ പറയുന്ന പേരാണ് ബഡ്ജറ്റിംഗ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഫിനാൻസ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ്. എല്ലാ ബിസിനസ്സിനും കോസ്റ്റ് ഉണ്ടാവും. ഈ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് കോസ്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിഫറൻസ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുമ്പോൾ ലേബർ കോസ്റ്റ്, അതേമാതിരി എന്താ പറയുക മെറ്റീരിയൽ കോസ്റ്റ്, അതർ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ട് ഓവർ ഹെഡ്, ഇങ്ങനെയുള്ള എല്ലാ കോസ്റ്റ് ടെക്നിക്കുകൾ ഉപയോഗിക്കുകയും അതിനനുസരിച്ച് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം. പിന്നെ പറയുന്നത് ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് മുൻകൂട്ടി ഒരു പ്രീഡിറ്റർമെൻറ്റ് എന്താ പറയുക സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്തിട്ട് അതിലെന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നുള്ളത്. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, ആ കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് വേണം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി തീരുമാനിച്ചൊരു കാര്യം നടപ്പാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന മാനദണ്ഡത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എന്നുള്ളത്. അതിന് വേണ്ടി വരുന്ന കോസ്റ്റാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്.
അതും ആക്ച്വൽ കോസ്റ്റും കൂടി കമ്പയർ ചെയ്ത് അതിലെന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്യേണ്ടതാണ് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡാണെന്ന് വിചാരിക്കുക. അങ്ങനെ കൺസ്ട്രക്ഷൻ ഫീൽഡാണെങ്കിൽ നമുക്കറിയാം ഒരു വില്ല പണിയാൻ ഇത്ര ലക്ഷം രൂപ വേണം. അപ്പോൾ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് എമൗണ്ട് ആണ് ആ വില്ലയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനേക്കാളും കൂടുതൽ 1 രൂപ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാചകമായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. അതേപോലെ വാരിയൻസ് അനാലിസിസ് നമുക്ക് പലപ്പോഴും അറിയേണ്ടത് പ്രീഡിറ്റർമെൻ്റായി തീരുമാനിച്ച കാര്യങ്ങളിൽ നിന്നും എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ വേരിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ആ വേരിയേഷൻ കറക്റ്റ് ചെയ്യുകയും ചെയ്യണം. വാരിയൻസ് എന്ന് പറഞ്ഞ ഡിഫറൻസ് ആണ്. ആക്ച്വൽ പെർഫോമൻസും പ്രീഡിറ്റർമിൻഡ് പെർഫോമൻസും തമ്മിലുള്ള വ്യത്യാസത്തെ പറയുന്ന പേരാണ് വാരിയൻസ്. ഈ പ്രീഡിറ്റർമിൻസ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? നമ്മൾ പ്രഖ്യാപിച്ച പ്ലാൻ എന്താണോ ആ പ്ലാനുകളും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്ത് അതിലെന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുക. ആൻഡ് കൺട്രോൾ ഓവർ വേസ്റ്റേജ്. ഒരു ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഘടകം വേസ്റ്റേജ് ആണ്. ഈ വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നാണ് അർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക മാത്രമല്ല മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി കൂടി വർദ്ധിക്കും. അപ്പോൾ ഒരു ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വേസ്റ്റേജിനെ കുറയ്ക്കുകയും അതേപോലെ കോസ്റ്റ് കുറയ്ക്കുകയും കൂടുതൽ പെർഫോമൻസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. ആൻഡ് ഐഡിയൽ ടൈം, അതായത് ഒരു ബിസിനസ്സിനെ ബാധിക്കുന്ന അടുത്തൊരു ഘടകമാണ് ഐഡിയൽ ടൈം. ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ അൺയൂസ്ഡ് ടൈം എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ മെഷീനറിയുടെ ബ്രേക്ക് ഡൗൺ കൊണ്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഫെയിലിയർ കൊണ്ടോ അങ്ങനെ മറ്റു പല കാരണം കൊണ്ട് നമുക്ക് ബിസിനസ്സിൻ്റെ ടൈം നഷ്ടപ്പെടുക. ആ ടൈം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കണം. അതായത് ജനറേറ്റർ സിസ്റ്റം ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും സിസ്റ്റം ആയിരിക്കാം. അത് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിന് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ആൻഡ് മെഷർ ടു റെഡ്യൂസ് ഓവർ ഹെഡ് എക്സ്പെൻസസ്. ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് മെറ്റീരിയലിനെ പൊതുവായിട്ട് പറയുന്ന പേരാണ് ഓവർ ഹെഡ് എക്സ്പെൻസ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ പലപ്പോഴും ബിസിനസ്സിൻ്റെ കോസ്റ്റ് കൂടും. അപ്പോൾ ഈ കോസ്റ്റ് കൂട്ടാതിരിക്കാൻ വേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളും നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടതായിട്ട് വരും. അത് റെഡ്യൂസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഇനി അക്കൗണ്ടിങ് സിസ്റ്റം. രണ്ടാമതായിട്ട് ഒരു ബിസിനസ്സിൽ കൺട്രോൾ ചെയ്യേണ്ടത് അക്കൗണ്ടിങ് സിസ്റ്റമാണ്. അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഓതറൈസേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും പ്രോപ്പറായിട്ട് ഓതറൈസ് ചെയ്യണം. ഹയർ ഓഫീഷ്യൽസ് അറിയാതെ ഒരു ബിസിനസ്സിനകത്തും ഒരു ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യാനോ അംഗീകരിക്കാനോ പാടില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് അത് റെക്കോർഡ് ചെയ്യുകയും അത് വെരിഫൈ ചെയ്യുകയും അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഓതറൈസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ബിസിനസ്സിൽ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. 2, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾ. നമ്മൾ ബിസിനസ്സിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾ. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് അസോസിയേഷനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സും പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും നിയമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങുകൾ തയ്യാറാക്കാനായിട്ട് പാടുള്ളൂ. അവിടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യണം. ഉദാഹരണമായിട്ട് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും ബാലൻസ് ഷീറ്റ് ആണെങ്കിലും അതിന് വ്യക്തമായ ഒരു സിസ്റ്റവും പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഷെഡ്യൂൾ സിസ്റ്റമാണ്. പണ്ട് നമ്മൾ ഉപയോഗിച്ചത് ഹോറിസോണ്ടൽ സിസ്റ്റത്തിലായിരുന്നു. അപ്പോൾ സിസ്റ്റം മാറുന്നതിനനുസരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷനിൽ വരുന്ന വ്യതിയാനം അനുസരിച്ചെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ പ്രിപ്പയറിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുമ്പോൾ 100% ആക്യുറേറ്റായി സത്യസന്ധമായിട്ട് മാത്രമേ നമ്മൾ തയ്യാറാക്കാനായിട്ട് പാടുള്ളൂ. അതിലൊരു തരത്തിലുള്ള ഡീവിയേഷൻസോ പോരായ്മകളോ തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പോൾ കമ്പനീസ് ആക്ട് പറയുന്ന നിയമങ്ങളും വ്യവസ്ഥകൾ എന്താണോ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ തയ്യാറാക്കാനായിട്ട് പാടുള്ളൂ. അസറ്റ് ബൈ പീരിയോഡിക്കൽ വെരിഫിക്കേഷൻ പ്രിവെൻറ്റ് എറേഴ്സ് ആൻഡ് ഒമിഷൻ. പിന്നെ പറയേണ്ടത് എന്താ? നമ്മൾ അസറ്റ് ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യണം. ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ് അസറ്റ് എപ്പോഴും ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യണം. അതിനേക്കാളുപരി അസറ്റ് പീരിയോഡിക്കലായിട്ട് വെരിഫൈ ചെയ്യണം.
ഒരു പ്രത്യേക കാലാവധി കഴിയുമ്പോൾ, ഒരു പീരീഡ് കഴിയുമ്പോൾ അസറ്റ് വെരിഫൈ ചെയ്യുകയും അതിൽ വേസ്റ്റേജോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിലെന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യണം. അതേപോലെ പ്രിവെൻറ്റ് എറർസ് ആൻഡ് ഒമിഷൻസ്. ഒരു കാരണവശാലും ബിസിനസ്സിനകത്ത് തെറ്റുണ്ടാകാനോ ആ തെറ്റുകൾ വരാതിരിക്കാൻ, ആ ഒമിഷൻ ഒഴിവാക്കപ്പെടലുകൾ ഒഴിവാക്കാനായിട്ടൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നല്ല ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടാകണം. അതായത് ഒരു സ്റ്റാഫിന് മേലെ മറ്റൊരു സൂപ്പർവൈസർ ഉണ്ടാകുന്നു എന്ന തോന്നലുണ്ടായാൽ അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റാഫും ചെയ്യുന്ന പെർഫോമൻസ് മറ്റൊരു സ്റ്റാഫ് വെരിഫൈ ചെയ്ത് അതിലെന്തെങ്കിലും എററുകളോ കുറ്റങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഓർഗനൈസേഷണൽ പ്ലാൻ. പിന്നെ നമുക്ക് പറയേണ്ടത് ഇൻറ്റേർണൽ കൺട്രോൾ കൊണ്ടുവരാനുള്ള അടുത്ത ടെക്നിക്സ് ഓർഗനൈസേഷണൽ പ്ലാൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തിന് ആ സ്ഥാപനത്തിൻ്റെതായ പ്ലാനുകൾ ഉണ്ടാകണം. ഏതൊക്കെ പ്ലാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആദ്യമായിട്ട് നമുക്ക് പറയേണ്ടത് ഡിവിഷൻ ഓഫ് വർക്കാണ്. അതായത് ജോലി സ്റ്റാഫിന് വിഭജിച്ച് നൽകുക. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി സ്റ്റാഫിന് വിഭജിച്ച് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജൂനിയർ സ്റ്റാഫ് ചെയ്യുന്ന ജോലിയും സീനിയർ സ്റ്റാഫ് വെരിഫൈ ചെയ്യണം. അതെങ്ങനെ വെരിഫൈ ചെയ്യുക? നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ജോലി വിഭജിച്ച് നൽകുകയാണ്. ജോലി വിഭജിച്ച് നൽകുമ്പോൾ അവരവരുടെ വർക്ക് അവരവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അത് അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ, അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോ, അതിലെന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യലാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കൺസെപ്റ്റ്. 2 അസൈൻമെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. എന്താ അസൈൻമെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ? അസൈൻമെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചെയ്യേണ്ട ജോലി അവർക്ക് ഏൽപ്പിച്ച് കൊടുക്കുക. അതായത് ഇന്ന ജോലിയാണ്, ഇന്ന ഉത്തരവാദിത്വമുണ്ട്, ഇന്ന റോളുണ്ട്, ഇന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ജോലി ഓരോ സ്റ്റാഫിനായിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. 3-മത്തെ പറയുന്നത് എന്താ വെച്ചാൽ കംപ്ലീറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി ചെയ്യുന്നതിന് ആവശ്യമായ അതോറിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അവരുടെ താഴെയുള്ള സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യാനും അവർ ചെയ്യുന്ന ജോലികൾ സൂപ്പർവൈസ് ചെയ്യാനും ഇനി എന്തെങ്കിലും കാരണവശാൽ ഡീവിയേഷൻ കണ്ടെത്തിയാൽ അതിന് പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ കറക്റ്റിംഗ് ഒക്കെ ചെയ്യാൻ അധികാരം അവർക്ക് കൊടുക്കണം. സ്റ്റാഫിന് ജോലി മാത്രം ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, ആ ജോലി ചെയ്യുന്നതിന് ആവശ്യമായ അതോറിറ്റിയും കൂടി അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ആൻഡ് ഓട്ടോമാറ്റിക് കൗണ്ടർ ചെക്ക്. ഈ ഓട്ടോമാറ്റിക് കൗണ്ടർ ചെക്കാണ് ഓഡിറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഓരോ ജൂനിയർ സ്റ്റാഫും ചെയ്യുന്ന ജോലി തൊട്ടടുത്ത സീനിയർ സ്റ്റാഫ് വെരിഫൈ ചെയ്ത് അത് കറക്റ്റാണോ തെറ്റാണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൽ പോരായ്മകളുണ്ടെങ്കിൽ തിരുത്തി ജോലി സുഗമമായിട്ട് നടത്തുന്നതിനെ പറയുന്ന പേരാണ് കൗണ്ടർ ചെക്ക്. ഓരോ എംപ്ലോയിയുടെയും പെർഫോമൻസ് തൊട്ട് സീനിയറായ എംപ്ലോയി കൗണ്ടർ ചെക്ക് നടത്തണം. ആൻഡ് ക്രോസ് ചെക്ക്. ക്രോസ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ ചെക്ക് സീനിയർ ഓഫീസർ മാത്രമാണ്. ക്രോസ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓഫീസർക്ക് വേണമെങ്കിലും അവരുടെ താഴെ വരുന്ന ജൂനിയർ ഓഫീസറുടെ വർക്കുകൾ വെരിഫൈ ചെയ്യാം. ക്രോസ് ചെക്ക് വരുമ്പോൾ ഒന്നിലധികം സ്റ്റാഫ് വെരിഫൈ ചെയ്യും. അപ്പോൾ ഒന്നിലധികം സ്റ്റാഫ് വെരിഫൈ ചെയ്യുമ്പോൾ ഒരു സ്റ്റാഫ് വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ പോരായ്മകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒന്നിലധികം സ്റ്റാഫുകൾ വെരിഫൈ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകാവുന്ന ഡീവിയേഷൻ പോരായ്മകളൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ ഇൻറ്റേർണൽ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒന്നിലധികം ആൾക്കാർ വെരിഫൈ ചെയ്യുക. പിന്നെ പറയേണ്ടത് ഫിസിക്കൽ കൺട്രോളാണ്. ഫിസിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാദ്യം വരുന്നത് അസറ്റാണ്. നമ്മളൊരു ബിസിനസ്സിനകത്തുള്ള അസറ്റുകൾ റെക്കോർഡിങ്ങിലെ അസറ്റ് ഉണ്ടായാൽ മാത്രം പോരാ, ആ അസറ്റുകളൊക്കെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇനി എന്തെങ്കിലും കാരണവശാൽ മിസ്യൂസ് ചെയ്യുന്ന അസറ്റുകൾ ഉണ്ടെങ്കിൽ ആ അസറ്റുകളെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം. ബിസിനസ്സിൽ ഉപയോഗിക്കാത്ത അസറ്റ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. ഓവർ യൂസുള്ള അസറ്റുകൾ റെക്കോർഡ് ചെയ്യണം. അങ്ങനെ ബിസിനസ്സിന് ഉപകാരപ്രദമായ അല്ലെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റുകളെ കൂടുതലായിട്ട് ബിസിനസ്സിലേക്ക് പരിഗണിക്കുകയും ഇല്ലാത്ത അസറ്റുകളെ മാറ്റുകയും ചെയ്യണം. അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് കണക്ക് കൂട്ടുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കൂടും. ആ കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കുറയും, പെർഫോമൻസ് കുറയും. അപ്പോൾ ശരിക്കും ബിസിനസ്സിൽ പറയുന്നത് എന്താ? ഓവർ അസറ്റ് പാടില്ല, അണ്ടർ അസറ്റ് പാടില്ല. പകരം റിയൽ അസറ്റ്, ആ ബിസിനസ്സിന് വേണ്ട ഒപ്റ്റിമം അസറ്റ് എന്താണോ ആ അസറ്റ് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. അതിനേക്കാളുപരി ക്യാഷ് ആൻഡ് സ്റ്റോക്ക് പ്രൊട്ടക്റ്റഡ് ബൈ സെക്യൂരിറ്റി പേഴ്സണൽ. ഒരു ബിസിനസ്സിന് അകത്ത് ഉപയോഗിക്കുന്ന ക്യാഷ് ആണെങ്കിലും അസറ്റ് ആണെങ്കിലും പ്രോപ്പറായിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സെക്യൂരിറ്റി പേഴ്സൺസ് വേണം.
വ്യക്തമായ റെക്കോർഡിംഗ് വേണം. ആൻഡ് ഇൻസ്റ്റാളിംഗ് ഫയർ ഫൈറ്റിംഗ് ഡിവൈസസ് ദാറ്റ് ഈസ് റിസ്ട്രിക്റ്റിംഗ് ആക്സസ് ടു ഓതറൈസ്ഡ് പേഴ്സൺ. നമ്മൾ പറയേണ്ടത് എന്താ, ആ അസറ്റുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻസ് ഉണ്ടാകണം. ഫയർ ഉൾപ്പെടെ ഉണ്ടാകുന്ന കലാമിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ വേണം. ക്യാഷ് ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും ഓതറൈസ്ഡ് പേഴ്സൺ അറിയാതെ മറ്റൊരാൾ കൈകാര്യം ചെയ്യാനോ ഉപയോഗിക്കാനോ വാങ്ങാനോ വിൽക്കാനോ പെർമിറ്റ് കൊടുക്കരുത്. അപ്പോൾ ആരാണോ അതിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൺ അയാൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്താനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ പറയേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ് ആണെങ്കിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ചില കമ്പനീസിന് പറയുന്നുണ്ട് ഇത്ര ക്യാഷ് മാത്രമേ ഹാൻഡിൽ വയ്ക്കാൻ പാടുള്ളൂ, ബാക്കി നിർബന്ധമായിട്ടും ആ ഡേയുടെ എൻ്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയുള്ള നിയമങ്ങളും വ്യവസ്ഥകളും കൂടുതൽ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഏതെങ്കിലും സ്റ്റാഫ് ക്യാഷ് ഓവറായിട്ട് ഹാൻഡ് വയ്ക്കുന്നുണ്ടോ, പ്രോപ്പറായിട്ട് ബാങ്കിൽ അവർ റിമിറ്റ് ചെയ്യുന്നില്ലേ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. അതിനേക്കാളുപരി അവർ പറയുന്ന വേറൊരു വാചകം ക്യാഷ് ഇൻ അയേൺ സേഫ് എന്നാണ്. അയേൺ സേഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്ന സേഫ് ലോക്കറാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഒരു ബിസിനസ്സിനകത്ത് പ്രോപ്പറായിട്ട് ഉണ്ടാകണം. അയേൺ സേഫ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും കിട്ടാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് സേഫായിട്ട് ഉപയോഗിക്കാവുന്ന സംവിധാനം ഉണ്ടാകണം. പിന്നെ ക്യാഷ് ഡീലിങ്സ് ഇൻ എൻക്ലോസ്ഡ് കൗണ്ടേഴ്സ്. നമ്മൾ പറയുന്ന കൗണ്ടേഴ്സ് വഴി മാത്രമേ ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കാനായിട്ട് പാടുള്ളൂ. അതായത് റിമിറ്റൻസിന് ഒരു കൗണ്ടർ, അതേമാതിരി വിഡ്രോവലിന് ഒരു കൗണ്ടർ, മാത്രമല്ല ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമാണെങ്കിൽ ഡിഫറെൻറ്റ് കളർ ഓഫ് ചലാൻ ഉപയോഗിക്കാം. അപ്പം നമുക്കൊരു ചലാൻ്റെ കളറ് കണ്ടാൽ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചലാനാണ്, ആരാണ് അതിൽ ഓതറൈസ് ചെയ്യേണ്ടത്, അത് ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണോ എന്ന് പ്രോപ്പറായിട്ട് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് കൗണ്ടർ ഉപയോഗിക്കാം, ഡിഫറെൻറ്റ് കളർ ഓഫ് ചലാൻ ഉപയോഗിക്കാം, ഡിഫറൻസ് പേഴ്സൺസിനെ അതിന് ചുമതലപ്പെടുത്താം. ഈ വക കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. പിന്നെ പറയുന്നത് സേഫ് കീപ്പിംഗ് ഓഫ് ക്യാഷ് രജിസ്റ്റേഴ്സ് ആണ്. നമുക്ക് ക്യാഷ് മാത്രം സംരക്ഷിച്ചാൽ പോരാ, ഈ ക്യാഷ് റെക്കോർഡ് ചെയ്യുന്ന എല്ലാ രജിസ്റ്ററുകളും, അത് ക്യാഷ് ബുക്ക് ഉൾപ്പെടെയുള്ള എല്ലാ റെക്കോർഡുകളും പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ആരാണ് ഈ ക്യാഷുകൾ സംരക്ഷിക്കേണ്ടത്, അതിൻ്റെ സേഫ് കസ്റ്റഡി അത് പരിശോധിക്കണം എന്നുള്ളത് പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് എല്ലാ രജിസ്റ്ററുകളും ആ മാനേജ്മെൻറ്റിൻ്റെ ടോപ്പിലിരിക്കുന്ന ആളുടെ കൈവശം മാത്രമേ വയ്ക്കാനായിട്ട് പാടുള്ളൂ. ഫിസിക്കൽ കൺട്രോൾ ഓവർ മെറ്റീരിയൽസ് ആൻഡ് സ്റ്റോഴ്സ്. നമ്മൾ സ്റ്റോഴ്സ് കൺട്രോൾ ചെയ്യുകയാണെങ്കിലും മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിലും അത് പ്രോപ്പറായിട്ട് പരിശോധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോഴ്സ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ ഹെഡ് ആരാണ്, സ്റ്റോഴ്സ് മാനേജർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയാളുടെ ബുക്കിലാണ് ഉണ്ടാകേണ്ടത്. അത് ഏത് സിസ്റ്റം വേണമെങ്കിലും ഉപയോഗിക്കാം, ലിഫോയോ ഫിഫോയോ ബിൻകാർഡോ ജസ്റ്റ് ഇൻ ടൈമോ അങ്ങനെ ഏത് സിസ്റ്റം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതിനേക്കാളുപരി മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു ബിസിനസ്സിനകത്ത് മെറ്റീരിയൽ 3 രൂപത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക. റോ മെറ്റീരിയൽ, അതേപോലെ വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ബിസിനസ്സിനകത്തിരിക്കുന്ന ഈ 3 മെറ്റീരിയലിനും പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആൻഡ് ഓതറൈസ്ഡ് പേഴ്സൺ അലൗഡ് ഇൻ ടു വെയർ ഹൗസ് ആൻഡ് സ്റ്റോർ. ഒരു ബിസിനസ്സിൻ്റെ വെയർ ഹൗസ് ആണെങ്കിലും സ്റ്റോർ ഹൗസ് ആണെങ്കിലും അതിൽ വരാനും നിർദ്ദേശം കൊടുക്കാനും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പരിശോധിക്കാനും ഒക്കെ അധികാരം പ്രോപ്പർ ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമായിരിക്കണം. അതേപോലെ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രോപ്പർ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാകണം. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമുള്ള മെറ്റീരിയൽ വാങ്ങുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റും, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങിയ മെറ്റീരിയലൊക്കെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയും ആ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള മെറ്റീരിയൽ കൊടുക്കുകയുമാണ് വേണ്ടത് എന്നുള്ളതാണ്. ആൻഡ് വെരിഫൈഡ് പീരിയോഡിക്കലി ഫിസിക്കൽ സ്റ്റോക്ക് ടേക്കിംഗ്. ഒരു ഓഡിറ്റിങ്ങിൽ പ്രകാരം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ചെയ്യേണ്ടത് ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യണം. എല്ലാ ബിസിനസ്സിൻ്റെയും റെക്കോർഡുകൾ പ്രോപ്പറായിട്ട് ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യണം. സ്റ്റോഴ്സിനാണെങ്കിലും അസറ്റ് ആണെങ്കിലും ഒരു ബിസിനസ്സിനകത്തുള്ള എല്ലാ തരത്തിലുള്ള ടാഞ്ചബിൾ അസറ്റുകളും നേരിട്ട് വെരിഫൈ ചെയ്ത് സത്യസന്ധത ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. ഒന്ന്, എഫിഷ്യൻറ്റ് കണ്ടക്റ്റ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും നല്ല നടത്തിപ്പിന് വ്യക്തമായ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടാകണം. അതായത് ഓരോ ജൂനിയർ സ്റ്റാഫും ചെയ്യുന്ന പെർഫോമൻസ് സീനിയർ സ്റ്റാഫ് വെരിഫൈ ചെയ്യുമ്പോൾ ആ വർക്ക് വെരിഫൈ ചെയ്യും എന്ന് ഉറപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവർ കറക്റ്റായി സത്യസന്ധമായി ആ വർക്ക് ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത. 2, റിലയബിലിറ്റി ഓഫ് അക്കൗണ്ട്. അക്കൗണ്ട് സത്യസന്ധമായിരിക്കണം.
നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വെറുതെ എഴുതി വെച്ചാൽ മാത്രം പോരാ. ആ എഴുതി വെച്ചിരിക്കുന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് പ്രോപ്പറായിട്ട് സത്യസന്ധമായിരിക്കണം. ആൻഡ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് എറർ. എന്തെങ്കിലും കാരണവശാൽ എററോ ഫ്രോഡോ ഉണ്ടായാൽ ആ എററും ഫ്രോഡും ഫൈൻഡ് ഔട്ട് ചെയ്യുക. അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റാഫ് നല്ല കെയറായിട്ട് വർക്ക് ചെയ്യും, ഇൻ്റലിജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നീട് എററും ഫ്രോഡും വരാതിരിക്കാൻ അവർ ശ്രമിക്കും എന്നുള്ളതാണ്. ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് അസറ്റ്. ഒരു ബിസിനസ്സിനകത്തുള്ള യഥാർത്ഥ അസറ്റിൻ്റെ വാല്യൂ, യഥാർത്ഥ അസറ്റ് അതെങ്ങനെ ഉപയോഗിക്കുന്നു തുടങ്ങിയ അനുബന്ധമായ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഫിസിക്കൽ വെരിഫിക്കേഷൻ കൊണ്ട് സാധിക്കും. കംപ്ലയൻസ് വിത്ത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്. അതായത് ഒരു കമ്പനി സാറ്റ് പ്രകാരമുള്ള നിയമങ്ങളും വ്യവസ്ഥകളും പാലിച്ചാണോ കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനി ലോ, ബിസിനസ് ലോ, മെർക്കണ്ടൈൽ ലോ, അതേപോലെ തന്നെ ലേബർ ലോ, അതിനനുബന്ധമായ അക്കൗണ്ടിങ് പ്രൊസീജിയറുകൾ ഉൾപ്പെടെ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇൻ്ററിം റിപ്പോർട്ട്. ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്ററിം റിപ്പോർട്ടുകൾ തയ്യാറാക്കാം. ഇൻ്ററിം റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ഉണ്ടാക്കാം. ഇത്ര പീരിയോഡിക് വൈസ് അല്ലെങ്കിൽ ഇത്ര ടൈം കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടുകൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം, അതിൻ്റെ റിപ്പോർട്ട് വാങ്ങിക്കണം. റെഡ്യൂസ് ദ വർക്ക് ഓഫ് ആൻ ഓഡിറ്റർ. ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എഫിഷ്യൻ്റ് ആണെങ്കിൽ താഴെ പറയുന്ന രീതി പ്രകാരം ഒരു ഓഡിറ്ററുടെ വർക്ക് കുറയ്ക്കാമെന്നാണ് പറയുന്നത്. ഒരു ബിസിനസ്സിനകത്ത് ഇൻറ്റേർണൽ സിസ്റ്റം, ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം അത്രയും എഫിഷ്യൻറ്റും ഇഫക്റ്റീവായിട്ട് നടക്കുകയാണെങ്കിൽ ഓഡിറ്റർക്ക് അയാളുടെ ഡ്യൂട്ടി 50% കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഒന്ന്, ഡെപ്ത് ആൻഡ് ആഡിക്വസി. ആദ്യം ഓഡിറ്റർ ചെയ്യേണ്ടത് ഒരു ബിസിനസ്സിനകത്തുള്ള ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഡെപ്ത് ആൻഡ് ആഡിക്വസി പരിശോധിക്കുക എന്നുള്ളതാണ്. നല്ല എഫിഷ്യൻ്റായിട്ട് നടക്കുന്നുണ്ടോ, ആക്യുറേറ്റ് ആണോ, എന്താ പറയുക, കറക്റ്റ് ആണോ, അതേപോലെ ജൂനിയർ സ്റ്റാഫിൻ്റെ പെർഫോമൻസ് സീനിയർ സ്റ്റാഫ് പരിശോധിക്കുന്നുണ്ടോ തുടങ്ങിയ അനുബന്ധമായ കാര്യങ്ങളൊക്കെ ഒരു ഓഡിറ്റർ പരിശോധിക്കേണ്ടതായിട്ട് വരും. രണ്ട്, നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ നേച്ചറും സൈസും അനുസരിച്ച് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിയും ഇൻഎഫിഷ്യൻസിയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു ചെറിയ ബിസിനസ് ആണെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടാകണമെന്നില്ല. നേരെ മറിച്ച് വലിയ സൈസാണ് ബിസിനസ്സിൻ്റെ നേച്ചർ വലുതാണെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എഫിഷ്യൻ്റ് ആണോ ഇഫക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കേണ്ടത് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് ഡിഗ്രി ഓഫ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. അദ്ദേഹം അളന്ന് നോക്കണം എത്ര % സക്സസ് ആയിട്ടാണ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്നത്. എപ്പോഴും ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടായാൽ മാത്രം പോരാ, ആ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഏറ്റവും എഫിഷ്യൻ്റായി ഇഫക്റ്റീവായിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളിൽ ഓഡിറ്റേഴ്സിന് മാത്രമാണ് അവരുടെ വർക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് സിസ്റ്റം. ഇൻറ്റേർണൽ ഓഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിനകത്ത് സെപ്പറേറ്റഡ് ഓഡിറ്റേഴ്സിനെ നിയമിച്ച് അവർ പീരിയോഡിക്കലി ആ ബിസിനസ്സിനകത്തുള്ള വർക്കുകളുടെ ഒക്കെ ഓഡിറ്റിംഗ് നടത്തി അതിലെന്തെങ്കിലും പോരായ്മകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുകയും മാനേജ്മെൻറ്റ് അതാത് സമയങ്ങൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫാണ്. പക്ഷെ അവർ CA പാസ്സായിരിക്കണം എന്നില്ല. ഒരു സ്ഥാപനത്തിനകത്ത് നടക്കുന്ന ജോലികളുടെ ഓഡിറ്റിംഗ് നടത്തുക, അതിലെന്തെങ്കിലും പോരായ്മകളോ മറ്റുള്ള കാര്യങ്ങളോ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത് മാനേജ്മെൻറ്റിനെ അറിയിക്കുക. മാനേജ്മെൻറ്റ് ആ സമയത്ത് തന്നെ കറക്റ്റീവ് മെഷേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പാക്കുകയും വേണമെന്നുള്ളതാണ്. ഇനി എക്സാമിനിങ് പോളിസി, മാനുവൽസ്, ഓർഗനൈസേഷൻ ചാർട്ട്, ജോബ് ഡിസ്ക്രിപ്ഷൻ, വർക്ക് ഫ്ലോസ്. ഒരു ഓഡിറ്റർ ചെയ്യേണ്ട കാര്യം എന്താ? അയാൾ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പോളിസി, പ്രൊസീജിയറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മാനുവൽസ് പരിശോധിക്കണം, ഓർഗനൈസേഷണൽ ചാർട്ട് പരിശോധിക്കണം, ജോബ് ഡിസ്ക്രിപ്ഷൻ പരിശോധിക്കണം. അതേപോലെ ആ ബിസിനസ്സിനകത്തുള്ള വർക്ക് ഫ്ലോസ് ഒക്കെ പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്ന ഹെഡിങ് ആണ്. അടുത്ത ഹെഡിങ് ഇൻറ്റേർണൽ ചെക്ക്. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാവുന്നത് ഒരു ബിസിനസ്സിനകത്ത് ഓരോ സ്റ്റാഫും ചെയ്യുന്ന വർക്കുകൾ തൊട്ട് സീനിയർ സ്റ്റാഫ് പരിശോധിക്കുന്നതിനെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ ചെക്ക്. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഓർ ഡിറ്റക്ട് എറർ ആൻഡ് ഫ്രോഡ്. എററും ഫ്രോഡും കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാകണം എന്നുള്ളതാണ്. അതായത് എല്ലാ ബിസിനസ് ഓപ്പറേഷൻ്റെയും പ്രവർത്തനങ്ങളൊക്കെ ജൂനിയർ സ്റ്റാഫ് ചെയ്യുകയാണെങ്കിൽ സീനിയർ സ്റ്റാഫ് പരിശോധിക്കണം. ഒരു ജേണൽ എൻട്രി എഴുതുന്നത് മുതൽ അങ്ങോട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യേണ്ടത്, പരിശോധിക്കേണ്ടതൊക്കെ സീനിയർ സ്റ്റാഫിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക് എന്നുള്ളതാണ്. പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ സുഗമമായ നടത്തിപ്പിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടേണ്ട ഒരു ടെക്നിക്സ് ആണ് ഈ പറയുന്ന ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. ജൂനിയർ സ്റ്റാഫ് ചെയ്യുന്ന വർക്കുകളൊക്കെ സീനിയർ സ്റ്റാഫ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അവിടെ ഉണ്ടാകുന്ന പോരായ്മകൾ പരിഹരിച്ച് കറക്റ്റ് ചെയ്യുകയും പോകണം, കറക്റ്റ് ചെയ്തു പോവുകയും വേണം. ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് ദി എംപ്ലോയീസ്. ആദ്യം ചെയ്യേണ്ടത് തൊഴിലാളികൾക്ക് ജോലി വിഭജിച്ച് നൽകുക. ഓരോരുത്തരും ചെയ്യേണ്ട ജോലി എന്താണെന്ന് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അതിനാവശ്യമായ ഉത്തരവാദിത്തം, റോള്, അതോറിറ്റി ഒക്കെ അവർക്ക് കൊടുക്കണം. വർക്ക് ഡൺ ബൈ വൺ എംപ്ലോയി ചെക്ക്ഡ് ബൈ അനദർ എംപ്ലോയി. ഒരു എംപ്ലോയി ചെയ്യുന്ന വർക്ക് അനദർ എംപ്ലോയി എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നോൺ കംപ്ലയിൻസ്, നോ എംപ്ലോയി ഗീവൺ ഫുൾ ചാർജ് ഓഫ് എനി ട്രാൻസാക്ഷൻ. ഒരു എംപ്ലോയിയും തുടർച്ചയായിട്ട് ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തുടർച്ചയായിട്ട് ഒരു ജോബിലിരിക്കുക, വേറൊരാൾ സൂപ്പർവൈസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവിടെ പലപ്പോഴും മിസ്മാനേജ്മെൻറ്റ് വരും. അപ്പോൾ ഒരു എംപ്ലോയിയെ ഒരു ഇത്ര കാലാവധി കഴിയുമ്പോൾ ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് മാറ്റണം. രണ്ടാമത്തെ കാര്യം, സുപ്പീരിയർ സബോർഡിനേറ്റ് എപ്പോഴും ഒരാൾ ആയിരിക്കാൻ പാടില്ല. അപ്പോൾ അവർ തമ്മിൽ അനാവശ്യമായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകും. പകരം എന്ത് ചെയ്യണം? സുപ്പീരിയറിനെയും സബോർഡിനേറ്റിനെയും മാറ്റിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലാതിരിക്കുകയും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എഫിഷ്യൻ്റായിട്ട് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഇത്ര കാലാവധി കഴിയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലം മാറ്റും. കാരണം ഇതാണ്, തുടർച്ചയായിട്ട് ഒരു സ്ഥലത്തുണ്ടായാൽ അവിടെ ഉണ്ടാകുന്ന അനാവശ്യമായ റിലേഷൻഷിപ്പ്, പലപ്പോഴും കറപ്ഷൻ, മിസ്മാനേജ്മെൻറ്റ്, സർക്കാർ ഉണ്ടാക്കുന്ന നയത്തിന് വിപരീതമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി സുപ്പീരിയറിനെയും സബോർഡിനേറ്റിനെയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. ഇവിടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ? പ്രിവെൻഷൻ ഓഫ് എറർ ആൻഡ് ഫ്രോഡാണ്. ഒരു കാരണവശാലും എററും ഫ്രോഡും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. ഇനി പ്രിൻസിപ്പൾസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന നിയമങ്ങൾ എന്താണ്, തത്വങ്ങൾ എന്താണ്? ഒന്ന്, ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് സ്പെഷ്യലൈസേഷൻ. ജോലി എല്ലാവർക്കും വിഭജിച്ച് കൊടുക്കണം. ഓരോ വ്യക്തികളുടെയും കഴിവനുസരിച്ചാണ് ജോലി വിഭജിച്ച് കൊടുക്കേണ്ടത്. വെറുതെ ജോലി വിഭജിച്ച് ഓരോരുത്തർക്കും കൊടുത്താൽ മാത്രം പോരാ. ആ ജോലി വിഭജിച്ച് കൊടുക്കേണ്ടത് ഓരോ വ്യക്തികളുടെയും കഴിവ്, നോളേജ്, ക്വാളിറ്റി, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കണം ജോലി വിഭജിച്ച് കൊടുക്കേണ്ടത്. ആൻഡ് റൊട്ടേഷൻ ഓഫ് വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, വർക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. തുടർച്ചയായിട്ട് ഒരു ജോലി ചെയ്യാനും ഒരാൾ അനുവദിക്കരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്ത് എഫിഷ്യൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഉണ്ടാകുന്ന മിസ്മാനേജ്മെൻറ്റുകളോ ഫ്രോഡുകളോ എററുകളോ ഒഴിവാക്കാനായിട്ട് ജോബിൽ നിന്ന് അവരെ റൊട്ടേറ്റ് ചെയ്യണം. ദെൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പോളിസി ആൻഡ് പ്രൊസീജിയർ. ഒരു ബിസിനസ്സിനകത്ത് നടപ്പാക്കുന്ന പ്ലാനുകളാണെങ്കിലും പോളിസി ആണെങ്കിലും പ്രൊസീജിയർ ആണെങ്കിലും പ്രോപ്പറായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് സുപ്രീം അതോറിറ്റി എന്ന് പറയുന്ന ടോപ്പ് മാനേജ്മെൻറ്റ് നടപ്പാക്കുന്ന എല്ലാ പ്ലാനുകളാണെങ്കിലും സിസ്റ്റംസ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളാണെങ്കിലും ലോവർ ലെവലിലുള്ള എംപ്ലോയീസ് വരെ അറിയണം എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ക്രോസ് ചെക്കിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. അതായത് ഓരോ സ്റ്റാഫും ചെയ്യുന്ന ജോബ് സീനിയർ സ്റ്റാഫ് മാത്രമല്ല മറ്റു സുപ്പീരിയേഴ്സും കൂടി ചെക്ക് ചെയ്യുക. അതാണ് ക്രോസ് ചെക്കിങ്. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എക്സാമിനേഷൻ്റെ പേപ്പറൊക്കെ ഒരാൾ നോക്കി കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ഒന്നിലധികം ആൾക്കാർ നോക്കുന്ന പോലെ തന്നെ സ്റ്റാഫ് ചെയ്യുന്ന ജോലി സുപ്പീരിയറിനോടൊപ്പം തന്നെ അതിന് മേലെയുള്ള അധികാരികൾ കൂടി ഒരു സർപ്രൈസ് ചെക്കിങ് നടത്തണം. അതാണ് ക്രോസ് ചെക്കിങ് എന്ന് പറഞ്ഞാൽ. ഇനി ചെക്കിംഗ് ഓഫ് എറർ ആൻഡ് ഒമീഷൻസ്. നമുക്ക് പറയേണ്ട കാര്യം എന്താ? പലപ്പോഴും ഈ എററും ഒമീഷനും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിവുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. അവരെ കൊണ്ട് ബിസിനസ്സിനകത്തുണ്ടാകുന്ന എറർ ആണെങ്കിലും ഒമിഷൻസ് ആണെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ആൻഡ് കംപ്ലൈൻസ് വിത്ത് സ്റ്റാറ്റ്യൂട്ട്. അതായത് നമ്മൾ നിയമപ്രകാരമാണോ ഈ വ്യവസ്ഥകളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് പരിശോധിക്കണം. അത് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന രീതിയാണെങ്കിലും ജേണൽ എൻട്രി എഴുതുന്ന രീതിയാണെങ്കിലും ലേബേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റ് ആണെങ്കിലും ഇതിലൊക്കെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇപ്പോൾ കമ്പനീസ് ആക്ട് 1956 ആകാം,
അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യം ലേറ്റർ അമെൻമെൻറ്റ് ആക്ട് 2013 ആവാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊട്ടക്ഷൻ ആക്ട് ആകാം, ലേബർ ആക്ട് ആകാം, PF ആകാം. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആക്റ്റുകളും പ്രോപ്പറായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അതേപോലെ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസും റൂൾസ് ആൻഡ് റെഗുലേഷനും പാലിക്കുന്നുണ്ടോ? നമ്മൾ വെറുതെ അക്കൗണ്ടിങ് തയ്യാറാക്കിയാൽ മാത്രം പോരാ, അതിനനുബന്ധമായ റൂൾസും റെഗുലേഷനും മറ്റു കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതും ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് സേഫ് ഗാർഡിങ് അസറ്റ്, ഒരു ബിസിനസ്സിനകത്തുള്ള അസറ്റുകൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അസറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഓഡിറ്റർ പരിശോധിക്കണം. അതായത് ഓവർ അസറ്റിംഗ് ഉണ്ടോ, അണ്ടർ അസറ്റിംഗ് ഉണ്ടോ, മെയിൻ്റനൻസ് കറക്റ്റാണോ, അല്ലെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ റിയലാണോ, ഡിപ്രീസിയേഷൻ കറക്റ്റാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓഡിറ്റർ പരിശോധിക്കണം. ഡോക്യുമെൻറ്റേഷൻ, അതേപോലെ എല്ലാ കാര്യങ്ങളുടെയും വ്യക്തമായ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാകണം. അതായത് കമ്പനിയുമായി ബന്ധപ്പെട്ട റൂൾസ്, റെഗുലേഷൻസ്, നിയമങ്ങൾ, വ്യവസ്ഥകൾ, എഗ്രിമെൻറ്റുകൾ, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, അതുമായി ബന്ധപ്പെട്ട് അത് കമ്പനിയുടെ ഇൻസൈഡ് ഔട്ട് സൈഡ് ലേബർ ഉൾപ്പെടെയുള്ള എല്ലാ കോൺട്രാക്റ്റുകൾക്കും വ്യക്തമായ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടാകണം എന്നുള്ളതാണ്. അതേപോലെ ഓഫീസ് ഓട്ടോമേഷൻ, ഓഫീസ് എന്ന് പറയുന്നത് ഫുൾ സ്ട്രക്ചേർഡ് ആയിരിക്കണം. നമുക്കറിയാം സാധാരണ രീതിയിൽ കമ്പനീസ് ആക്ട് പ്രകാരം ഒരു ഓഫീസിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. ഏത് കമ്പനീസ് ആക്ട് പ്രകാരം പറയുകയാണെങ്കിലും ഓഫീസിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. അതുകൊണ്ടാണ് CS പാസ്സാവണമെന്ന് വ്യക്തമായിട്ട് പറയുന്നത്. നേരെ മറിച്ച് കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത് മാനേജറാണ്. രണ്ട് പോസ്റ്റാണ്. അപ്പോൾ ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യമാണെങ്കിലും, വേജസ് പേയ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും, ബില്ലിങ്ങിൻ്റെ കാര്യമാണെങ്കിലും, റെക്കോർഡിങ്ങിൻ്റെ കാര്യമാണെങ്കിലും, അക്കൗണ്ടിങ്ങിൻ്റെ കാര്യമാണെങ്കിലും, ഇതൊക്കെ ഒരു സുപ്രീം അതോറിറ്റിയുടെ കീഴിൽ പ്രോപ്പറായിട്ട് നടക്കണം. ആ അധികാരിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്രട്ടറി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു കമ്പനിയുടെ ജനറൽ മാനേജ്മെൻറ്റ് നടത്തുന്ന വ്യക്തിയുടെ പേരാണ് മാനേജർ, ജനറൽ മാനേജർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഓഫീസിൻ്റെ വർക്കിംഗ് എഫിഷ്യൻ്റ് ആയിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ അത് എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിലും, അവരുടെ ജോബ് ടൈം റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും, അവരുടെ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിലും, അവരുടെ എൻട്രൻസ്, എക്സിറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ ഒരു ഓഫീസ് സംവിധാനം ഉണ്ടാകണം എന്നുള്ളത് ഇൻറ്റേർണൽ ചെക്കിങ്ങിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ ചെക്കിംഗ് ആണ്. ഒന്ന്, അലോക്കേറ്റ് വർക്ക് അമംഗ് ദി എംപ്ലോയീസ്, തൊഴിലാളികൾക്ക് ജോലി വിഭജിച്ച് നൽകുക. അവർ വരേണ്ട സമയം, അവർ ചെയ്യേണ്ട ജോലി, ആ ജോലിയുടെ ഉത്തരവാദിത്തം, അങ്ങനെ അതുമായി അനുബന്ധമായ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റോള്, വർക്കിംഗ് ടൈം, ഇൻ്റർവൽ ടൈം, അങ്ങനെയല്ല പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ട ലക്ഷ്യങ്ങളൊക്കെ ഓഡിറ്റേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ആൻഡ് ഫിക്സ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു ജോലി മാത്രം കൊടുത്താൽ പോരാ, ആ ജോലിക്ക് വ്യക്തമായ ഉത്തരവാദിത്തം കൂടി അവർക്ക് കൊടുത്തിരിക്കണം. ആൻഡ് പ്രിവെൻറ്റ് എറർ ആൻഡ് ഫ്രോഡ്, എററോ ഫ്രോഡോ ഉണ്ടായാൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കണം, അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കണ്ടെത്തിയാൽ മാത്രം പോരാ, അതിന് പണിഷ്മെൻറ്റ് മാത്രമല്ല, നേരെ മറിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ, കറക്റ്റ് ചെയ്യാൻ സാവകാശം കൊടുക്കുക, പഠിക്കാൻ സാവകാശം കൊടുക്കുക. പണിഷ്മെൻറ്റ് എപ്പോഴും എല്ലാത്തിനും ഒരു കാരണമല്ല എന്ന് പറയുന്നു. ആൻഡ് മോറൽ കൺട്രോൾ ഓവർ ദി സ്റ്റാഫ്, സ്റ്റാഫിന് മേലെ സ്ഥാപനത്തിന് ഒരു കൺട്രോൾ ഉണ്ടാക്കണം. അത് മോറൽ കൺട്രോൾ ആയിരിക്കണം. മോറൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ സ്റ്റാഫിനെയും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാവുന്ന ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാകണം. പക്ഷെ അവിടെ പ്രത്യേകത എന്താ, പണിഷ്മെൻറ്റ് കൺട്രോൾ അല്ല, അവരും കൂടി അംഗീകരിക്കാവുന്ന തരത്തിലായിരിക്കണം ആ കൺട്രോളിങ് സിസ്റ്റം കൊണ്ടുവരേണ്ടത്. ആൻഡ് പിന്നെ പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് എറർ ആൻഡ് ഫ്രോഡ് പറഞ്ഞു. ഈ എററും ഫ്രോഡും കണ്ടെത്തിയാൽ മാത്രം പോരാ, റാറ്റിഫൈ ചെയ്ത് തിരുത്താനും കൂടി ശ്രമിക്കണം. നമ്മൾ ഒരിക്കലും ഒരു സ്റ്റാഫ് എറർ വരുത്തി, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുത്തി, അല്ലെങ്കിൽ ഫ്രോഡ് വരുത്തി, അത് കണ്ടെത്തി അതിനെതിരെ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്താനും കൂടിയുള്ള സംവിധാനങ്ങൾ കൂടി നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്, കമ്പനീസ് ആക്ട് പ്രകാരമുള്ള എല്ലാ റെക്കോർഡുകളും പ്രോപ്പറായിട്ട് നമ്മൾ തയ്യാറാക്കണം. അത് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കണം. ആൻഡ് സേഫ് ഗാർഡ് ദ അസറ്റ്, അസറ്റുകൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അത് സേഫ് ആണോ എന്ന് പരിശോധിക്കണം. ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്,
നമ്മൾ പറയേണ്ട കാര്യം എന്താ, ഒരു ബിസിനസ്സിൽ ലക്ഷ്യം നിർണ്ണയിച്ചാൽ മാത്രം പോരാ, ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള എല്ലാ എഫേർട്ടുകളും അവരെടുക്കണം എന്നുള്ളതാണ്. ഇനി അഡ്വാൻറ്റേജസ് നോക്കുക. ബെറ്റർ അലോക്കേഷൻ ഓഫ് വർക്ക്, ജോലി പ്രോപ്പറായിട്ട് വിഭജിച്ച് കൊടുക്കുക. അങ്ങനെ ജോലി പ്രോപ്പറായിട്ട് വിഭജിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യമുണ്ടാവും. ആ താല്പര്യം ഉണ്ടാക്കുന്നതിന് അനുസരിച്ചുള്ള സാലറി, മറ്റു ബെനഫിറ്റുകൾ, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫോർ ഫെയിലിയേഴ്സ്, നമ്മൾ പറയേണ്ടത് എന്താ, എപ്പോഴും റെസ്പോൺസിബിലിറ്റി അവർക്ക് വിഭജിച്ച് കൊടുക്കുക. ആ റെസ്പോൺസിബിലിറ്റി അവർ പാലിക്കുന്നോ ഉണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മൾ ഒരാൾക്ക് ഉത്തരവാദിത്തം കൊടുത്തു, അതോറിറ്റി കൊടുത്തു, അധികാരം കൊടുത്തു, അതിനനുബന്ധമായ എല്ലാ സൗകര്യങ്ങളും കൊടുത്തു, അത് പ്രോപ്പറായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് എറർ ആൻഡ് ഫ്രോഡ് ആൻഡ് റാറ്റിഫൈ, എററും ഫ്രോഡും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാത്രം പോരാ, റാറ്റിഫൈ ചെയ്യണം. ആൻഡ് കംപ്ലൈൻസ് വിത്ത് മാനേജ്മെൻറ്റ് പോളിസി, മാനേജ്മെൻറ്റിൻ്റെ പോളിസി എന്താണോ, പ്രൊസീജിയർ എന്താണോ, അതിനനുസരിച്ചാണോ അത് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. അതിലെന്തെങ്കിലും പോരായ്മകളോ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അതായത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുവന്ന അക്കൗണ്ടിങ് സിസ്റ്റം കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കണം. തയ്യാറാക്കിയ അക്കൗണ്ട്, ജേണൽ എൻട്രി, ലെഡ്ജർ അക്കൗണ്ട്, ട്രയൽ ബാലൻസ്, ഫൈനൽ അക്കൗണ്ട് ഒക്കെ വെരിഫൈ ചെയ്യണം. ക്വിക്ക് പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം നമുക്ക് ക്വിക്കായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കണം. ആൻഡ് ഈസി ടു കണ്ടക്ട് ഓഡിറ്റ്, ഓഡിറ്റ് നടത്താൻ സഹായിക്കുന്ന രീതിയിലായിരിക്കണം ഒരു ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ നടക്കേണ്ടത്, അക്കൗണ്ടിങ് തയ്യാറാക്കേണ്ടത്. ആൻഡ് സേഫ്റ്റി ഓഫ് അസറ്റ്. ഇനി ഇൻറ്റേർണൽ ചെക്കിനുണ്ടാകുന്ന പോരായ്മകൾ ഒന്നാണ് ഹൈ കോസ്റ്റ് ഓപ്പറേഷൻ, അതായത് നമ്മൾ പറയേണ്ടത് സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടണം. ഓരോ ജൂനിയർ സ്റ്റാഫും ചെയ്യുന്ന ജോലി സീനിയർ സ്റ്റാഫ് പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടണം. ഹൈ കോസ്റ്റ് ആയിരിക്കും പ്രവർത്തനത്തിന്. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്കാണ്, നമ്മൾ വ്യക്തമായിട്ട് ജോലി വിഭജിച്ച് നൽകിയില്ലെങ്കിൽ പലപ്പോഴും ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് നടക്കും. ഈ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് വേറെ തരത്തിൽ നടത്താം. ചിലപ്പോൾ ജൂനിയർ സ്റ്റാഫും സീനിയർ സ്റ്റാഫും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ മാനേജ്മെൻറ്റ് അറിയാതെ തന്നെ ജൂനിയർ സ്റ്റാഫിൻ്റെ ഫ്രോഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സീനിയർ സ്റ്റാഫ് കൂട്ടുനിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് നെഗ്ലിജൻസ് ആൻഡ് കെയർലെസ്നെസ്, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഒരു ബിസിനസ്സിനകത്ത് സ്റ്റാഫുകളുടെ എണ്ണം കൂടുമ്പോൾ അവർ തമ്മിൽ അനാവശ്യമായ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും നെഗ്ലിജൻസ് ഉണ്ടാകാം, കെയർലെസ്നെസ് ഉണ്ടാകാം. ഫ്രോഡ് ആൻഡ് മാനിപ്പുലേഷൻ, പിന്നെ പരിശോധിക്കുന്നത് എന്താ, ഫ്രോഡ് ആണെങ്കിലും മാനിപ്പുലേഷൻസ് ആണെങ്കിലും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അത് തിരുത്തണം എന്നുള്ളതാണ്. ഇനി ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഓഡിറ്റർ, ഒരു ഇൻറ്റേർണൽ ചെക്ക് പ്രോപ്പറായിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളിൽ ഓഡിറ്ററുടെ ഡ്യൂട്ടി കുറയും. എന്തുകൊണ്ട്? ചെക്ക് ഓൺ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ആദ്യം ചെയ്യേണ്ടത് ഏതൊരു ഓഡിറ്റർ ആണെങ്കിലും അയാൾ പരിശോധിക്കേണ്ട ഒരു കാര്യം അവിടുത്തെ ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും തമ്മിൽ പരിശോധിക്കുക. എന്താണ് ബാങ്കിലുള്ള ബാലൻസ്, എന്താണ് ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ എമൗണ്ട്, ലിക്വിഡ് ക്യാഷ് എത്രയുണ്ട്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത് എത്രയുണ്ട്, ആരുടെ ഓതറൈസേഷൻ പ്രകാരമാണ് ലിക്വിഡ് ക്യാഷ് കൈവശം വെച്ചിരിക്കുന്നത്, അതേപോലെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. അതുമാതിരി ഇംപ്രസ്ഡ് ക്യാഷ് സിസ്റ്റം പ്രോപ്പറാണോ, അതായത് ഒരു ബിസിനസ്സിനകത്തുള്ള ക്യാഷ് സിസ്റ്റം പ്രോപ്പറാണോ എന്ന് പരിശോധിക്കണം. ഇനി അവർ പറയേണ്ടത് എന്താ, ക്യാഷ് ബാലൻസ് വരുന്ന ക്യാഷ് ഇൻ ഹാൻഡ് പ്രോപ്പർ കസ്റ്റഡിയിൽ വെക്കണം. ഫിസിക്കൽ ചെക്കിങ് ഉണ്ടാകണം, അതായത് ക്യാഷ് എപ്പോഴും റെക്കോർഡിൽ മാത്രം ഉണ്ടായാൽ പോരാ, ഫിസിക്കലായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ പറയേണ്ടത് എന്താ, ഒരു സ്ഥാപനത്തിൻ്റെ ക്യാഷ് ബുക്കും ബാങ്കിൻ്റെ പാസ്ബുക്കും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എറർ ആണെങ്കിലും ഫ്രോഡ് ആണെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഫിസിക്കൽ ചെക്ക്, ഇനി ചെക്ക് ഓൺ ക്യാഷ് റെസീറ്റ്, ക്യാഷ് റെസീറ്റ് പ്രോപ്പറായിട്ട് ഓഡിറ്റർ പരിശോധിക്കണം എന്നുള്ളതാണ്. ക്യാഷ് ഫ്രം കൗണ്ടർ സെയിൽ, കൗണ്ടർ സെയിലിൽ വരുന്ന എല്ലാ കൗണ്ടർ ഫോയിൽസും പരിശോധിക്കും. ക്യാഷ് ഫ്രം സെയിൽ ബൈ ഏജൻറ്റ്, ഇനി ഏജൻറ്റ് വഴിയുള്ള സെയിൽസ് ആണെങ്കിലും പൈസ ചിലപ്പോൾ ബാങ്ക് വഴിയാണ് വന്നിരിക്കുക, ആ ബാങ്ക് വഴിയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് പരിശോധിക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ ഏജൻറ്റ് പൈസ കളക്ട് ചെയ്ത് ബിസിനസ്സിൽ ആണെന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. ഇനി ക്യാഷ് ഫ്രം പോസ്റ്റൽ സെയിൽസ് ആണെങ്കിൽ അത് പരിശോധിക്കണം.
ക്യാഷ് ഫ്രം ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എത്ര ക്യാഷ് കിട്ടാനുണ്ട് എന്ന് പരിശോധിക്കണം. ആൻഡ് ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ക്യാഷിയർ ആണ് ഓതറൈസ്ഡ് പേഴ്സൺ. ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ സ്ഥാപനമാണെങ്കിൽ റെസിപ്റ്റിന് ഒരു ക്യാഷിയറും പേയ്മെൻറ്റിന് വേറെ ക്യാഷിയർ ആകാം. ക്യാഷിയർ എപ്പോഴും തുടർച്ചയായിട്ട് ഒരാൾ ആയിട്ടിരിക്കാൻ പാടില്ല. ക്യാഷിയർ ഒരു കാരണവശാലും ക്യാഷ് റെക്കോർഡിങ്സ് നടത്താനായിട്ട് പാടില്ല. റെക്കോർഡ് ചെയ്യുന്നത് വേറെ സ്റ്റാഫായിരിക്കണം, ക്യാഷ് വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും വേറെ സ്റ്റാഫായിരിക്കണം. അപ്പോൾ അവർ തമ്മിൽ ബന്ധമില്ലാതെ വന്നാൽ തന്നെ നമുക്ക് എററും ഫ്രോഡും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ ക്യാഷിയർ അനുവദിക്കരുത്. ക്യാഷ് ബുക്ക് എപ്പോഴും പ്രിപ്പയർ ചെയ്യേണ്ടത് അക്കൗണ്ടൻറ്റോ ക്ലർക്കോ ആയിരിക്കണം. അത് ഓതറൈസ്ഡ് ഉള്ള പേഴ്സൺസ് മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി ഇൻകമിങ് മെയിൽ നമ്മൾ പറയേണ്ടത് എന്താ? ബിസിനസ്സിലേക്ക് ഇപ്പോൾ ഐ ടി സിസ്റ്റം നടക്കുന്ന സമയമാണ്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ബിസിനസ്സിലേക്ക് മെയിൽ വരികയാണെങ്കിൽ ആ മെയിൽ പ്രോപ്പറായിട്ട് ഓപ്പൺ ചെയ്യേണ്ടത് ഒഫീഷ്യൽസ് ആണ്. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവേർഡ് രജിസ്റ്ററിൽ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം. ആൻഡ് ചെക്ക് ഡ്രാഫ്റ്റ് അക്കൗണ്ട് പേ ഓൺലി. നമുക്ക് പറയാവുന്നത് എന്താ? ഇത്ര എമൗണ്ടിനേക്കാളും കൂടുതൽ ക്യാഷ് വന്നാൽ അത് അക്കൗണ്ട് പേ ഓൺലി ആയിട്ട് മാത്രമേ നടത്താനായിട്ട് പാടുള്ളൂ. ഓൾ റെസീറ്റ് ഓഫ് ക്യാഷ് റെക്കോർഡ് ഇൻ ക്യാഷ് രജിസ്റ്റർ. എല്ലാ ക്യാഷ് റെസീറ്റും ക്യാഷ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യണം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ക്യാഷ് റെസീറ്റിന് പ്രത്യേക കളർ ഉപയോഗിക്കുക. അറേഞ്ച്മെൻറ്റ് ഡെപ്പോസിറ്റ് ഓൾ ചെക്ക് ആൻഡ് ഡ്രാഫ്റ്റ് റിസീവ്ഡ് ബാങ്ക് ഓൺ ഡ്യൂലി ബേസിസ്. എല്ലാ ദിവസവും വരുന്ന ചെക്കാണെങ്കിലും ഡ്രാഫ്റ്റ് ആണെങ്കിലും എമൗണ്ട് ആണെങ്കിലും ഡ്യൂലി ബേസിസിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഉള്ള സംവിധാനം ഉണ്ടാകണം. റെസിപ്റ്റ് ബുക്ക് കൗണ്ടർ ഫോയിൽ നോ സീരിയലി ബോത്ത് റെസീറ്റ് ആൻഡ് കൗണ്ടർ ഫോയിൽ. നമ്മൾ പറയേണ്ടത് എന്താ? സാധാരണ രീതിയിൽ റെസീറ്റ് ബുക്കിൽ വ്യക്തമായ കൗണ്ടർ ഫോയിൽ ഉണ്ടാകണം, ആ റെസീറ്റ് ഓതറൈസേഷൻ ഉണ്ടാകണം, അതിന് വ്യക്തമായ കളർ ഉണ്ടായിരിക്കണം, റെസീറ്റും കൗണ്ടർ ഫോയിലും ഉണ്ടായിരിക്കണം. കൗണ്ടർ ഫോയിൽസ് അണ്ടർ സേഫ് കസ്റ്റഡി. ഒരു ബിസിനസ്സിൽ നമ്മൾ കീറിയെടുക്കുന്നതിൻ്റെ കൗണ്ടർ ഫോയിൽസ് സേഫ് കസ്റ്റഡിയിൽ വെക്കണം. ആൻഡ് ചെക്ക് ഓൺ ക്യാഷ് പേയ്മെൻറ്റ്. ഇനി ക്യാഷ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിറ്റർ ചെയ്യേണ്ട ഡ്യൂട്ടി, ഓൾ പേയ്മെൻറ്റ് സർട്ടൻ എമൗണ്ട് ലിമിറ്റ് ക്ലോസ്ഡ് ചെക്ക് ഓൺലി. നമ്മൾ പറയേണ്ടത് എന്താ? ഇത്ര എമൗണ്ട് വരെയുള്ള ചെറിയ എമൗണ്ടുകൾ മാത്രം കൗണ്ടർ വഴി കൊടുക്കുക. വലിയ എമൗണ്ടുകൾ എപ്പോഴും ഉറപ്പായിട്ട് പറയാനായിട്ട് സാധിക്കും ഏത് വഴി മാത്രമേ നടത്താനായിട്ട് പാടുള്ളൂ. വലിയ എമൗണ്ടുകൾ എപ്പോഴും ചെക്ക് വഴി അക്കൗണ്ട് വഴി നടത്താനായിട്ട് പാടുള്ളൂ. സാധാരണ രീതിയിൽ ആരാണോ ഈ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന അയാളെ ക്യാഷ് ഡീലിങ്സിന് ഇരുത്താനായിട്ട് പാടില്ല. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളും ക്യാഷ് ഡീലിങ്സ് ഉള്ള ആളും തമ്മിൽ ഒന്നാണെങ്കിൽ പലപ്പോഴും അതിന് അനാവശ്യമായ ഡീലിങ്സ് നടക്കും. എന്ന് പറഞ്ഞാൽ അവിടെ മിസ് സ്റ്റേറ്റ്മെൻറ്റ്, മിസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അത് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. എല്ലാ പേയ്മെൻറ്റും പ്രോപ്പറായിട്ട് ചെക്ക് വഴി മാത്രമേ നടത്താൻ പാടുള്ളൂ. അത് ക്രോസ് ചെക്ക് വഴിയുമോ അല്ലെങ്കിൽ അക്കൗണ്ട് പേയി ചെക്ക് വഴി മാത്രമേ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് പാടുള്ളൂ. പിന്നെ പറയേണ്ടത് ചെക്ക് ബുക്ക് സേഫ് കസ്റ്റഡിയിലായിരിക്കണം. ആരാണോ ഓതറൈസ്ഡ് പേഴ്സൺ അയാളുടെ കസ്റ്റഡിയിലായിരിക്കണം ചെക്ക് ബുക്ക്. അയാളറിയാതെ ബുക്കിൽ ഒരു ഡീലിങ്സ് നടക്കാൻ പാടില്ല. ഓരോരുത്തർക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് ആ കൗണ്ടറിൽ എഴുതി വെച്ചോളണം. പിന്നെ പറയേണ്ടത് പെറ്റി ക്യാഷ് എക്സ്പെൻസ് പ്രോപ്പറായിട്ട് പേയ്മെൻറ്റ് നടത്തുമ്പോൾ അത് വെരിഫൈ ചെയ്യണം. പെറ്റി ക്യാഷ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ ചെറിയ ചിലവുകളെ നമ്മൾ പറയുന്ന പേരാണ് പെറ്റി ക്യാഷ് എക്സ്പെൻസ്. അപ്പോൾ പെറ്റി ക്യാഷ് എക്സ്പെൻസ് പ്രോപ്പറായിട്ട് പരിശോധിക്കേണ്ടത് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അതിലെന്തെങ്കിലും പോരായ്മകളോ ബില്ലോ മറ്റോ കാര്യങ്ങളോ ഇൻവോയ്സോ ഒന്നും ഇല്ലെങ്കിൽ അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി വാലിഡ് റെസിപ്റ്റ് ഷുഡ് ബി കെപ്റ്റ് ത്രൂ ചെക്ക്. നമ്മൾ പറയേണ്ടത് എന്താ? എല്ലാ വാലിഡ് റെസിപ്റ്റുകളും ചെക്ക് വഴി മാത്രമേ പേയ്മെൻറ്റ് നടത്താനായിട്ട് പാടുള്ളൂ. ആ ചെക്കിൻ്റെ കൗണ്ടർ ഫോയിൽ നമ്മൾ സൂക്ഷിക്കണം. സെപ്പറേറ്റ് റെസിപ്റ്റ് ഫോർ ഓൾ പെറ്റി ക്യാഷ് എക്സ്പെൻസ് ഓൺലി. അത് നേരത്തെ പറഞ്ഞു, എല്ലാ റെസിപ്റ്റുകളും ഒരേ കളറാകരുത്. ഓരോ തരത്തിലും ഓരോ റെസിപ്റ്റുകളാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഏത് കൗണ്ടറിൻ്റെ റെസീറ്റ് ആണെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡിഫറൻറ്റ് കളേഴ്സ് റെസീറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫൈവ്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, PV കോംപ്ലക്സ്, സിവിൽ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 9946 999 460, 9946 999 461.